Books are ആ mirrors. You only see in them what you already have inside you. നമ്മുടെ ഓരോരുത്തരുടെയും വായനയുടെയും ഉൾക്കാഴ്ചയുടെയും മറ്റൊരു അധ്യായം തുടങ്ങുകയാണ്. എല്ലാവരെയും ലിറ്റററി ലെൻസിന്റെ 35ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ സെക്കൻഡ് ഇയർ ബി.എഡ് സ്റ്റുഡന്റ് ജംഷീനയാണുള്ളത്. എസ് ഹരീഷിന്റെ മീശ എന്ന പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താനായി ജംഷീനയെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ബുക്ക് എസ് ഹരീഷിന്റെ മീശയാണ്. എല്ലാരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ കുറച്ച് നേരത്തെ ആയിട്ട് ഞാൻ വേറൊരു ബുക്കായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, ശാരദ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബുക്ക് കുറച്ച് അധികം പറയാനൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന പോലത്തെ ഒരു നോവലാണത്. അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റാതെ തന്നെ ആ നോവലിന് അവിടെ ഒരു അവസാനം വരികയാണ്. അപ്പൊ ഞാനത് ബുക്ക് മാറ്റിയിട്ട് മീശയാക്കി. മീശ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, അപ്പൊ അത് പറയാന്ന് വിചാരിച്ചു. അപ്പോ എസ് ഹരീഷിന് എന്താ പറയാ, ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിക്കൊടുത്തിട്ടുള്ള ഒരു നോവലാണ് ഈ മീശ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ഒരു പുരസ്കാരമായ JCB പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 25 ലക്ഷത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25 ലക്ഷമായിരുന്നു. ഇത് മീശ എന്ന ഈ നോവല് ഇംഗ്ലീഷിലിട്ട് വിവർത്തനം ചെയ്തപ്പോഴാണ് അതിന് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. JCB പുരസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷിലുള്ള നോവൽസിനും അതുപോലെ തന്നെ മലയാളത്തിൽ ഇതര ഭാഷകളിൽ നിന്നുള്ള നോവൽസ് വിവർത്തനം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ബെന്യാമിന് ശേഷം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് ബെന്യാമിനാണ്. അദ്ദേഹത്തിന് ശേഷം ലഭിച്ചിട്ടുള്ളതാണ് എസ് ഹരീഷിന്. ഇനി ഈ ഒരു നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് മുന്നേ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോവലാണ് മീശ എന്ന് പറയുന്നത്. ഹിന്ദുക്കളുടെ ഒരു അവർക്ക് വേണ്ടിയിട്ട് ഹൈന്ദവർക്ക് മോശമായ രീതിയിലാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടാണ് കുറച്ച് സംഘാടകര് ഇതിനു വേണ്ടിയിട്ട് എന്താ പറയുക, ഇത് പ്രസിദ്ധീകരിക്കണ്ട, ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. മാതൃഭൂമിയാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോയത്. പക്ഷെ അവര് ഈ സംഘാടകരുടെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അവരത് അവിടെ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് DC ബുക്സ് ആണ് മീശ എന്ന നോവല് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വാവച്ചൻ എന്ന് പറയുന്ന ഒരാളെ പറ്റിയാണ്. പുലയ ക്രിസ്ത്യാനിയായ പവിയാന്റെയും അതുപോലെ സ്റ്റെല്ലയുടെയും മകനായ വാവച്ചൻ, അദ്ദേഹത്തിന്റെ കഥയാണ് ഈ മീശ എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിന്റെ തന്നെ പ്രതീക്ഷകളുടെയും അതുപോലെ അവിടുത്തെ പേടിപ്പെടുത്തലിന്റെയും തന്നെ ഒരു കഥയാണ് ഈ മീശ എന്ന നോവലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് കുട്ടനാട്ടിലാണ് ഇത് നടക്കുന്നത്. മധ്യകാല കുട്ടനാട്ടിലെ ഒരു കഥയാണ്. കുട്ടനാട്ടിലേക്ക് നാടകം അവതരിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ള എഴുത്തച്ഛനും സംഘവും വരികയാണ് കുട്ടനാട്ടിലോട്ട് നാടകം അവതരിപ്പിക്കാനായിട്ട്. അവരുടെ ഒരു മെയിൻ കഥാപാത്രമാണ് ഒരു പോലീസുകാരൻ. അദ്ദേഹം വരാതിരിക്കുകയും ആ ഒരു സ്ഥാനത്തോട്ട് പോലീസുകാരനായിട്ട് എന്താ പറയാ, പോലീസുകാരനായിട്ട് ഒരാളെ കിട്ടണം അവർക്ക്. എഴുത്തച്ഛൻക്ക് ആ നാടകം അവതരിപ്പിക്കാനായിട്ട് ഒരാളെ വേണം. അവർ ആ നാട്ടിലൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു മീശ വെച്ചിട്ടുള്ള ഒരാൾക്കാരെയും കാണാനായിട്ട് എഴുത്തച്ഛന് സാധിക്കുന്നില്ല. അവരൊരുപാട് അന്വേഷിച്ചതിന് ശേഷം ഒരു പുലയ ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുകയാണ്. അത് ഈ വാവച്ചനാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല ഹൈറ്റും അതുപോലെ നല്ല വണ്ണവും താടിയും മീശയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഈ വാവച്ചൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒന്നിനും വേണ്ടിയിട്ട് ഇയാൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല നാടകത്തിന് അഭിനയിക്കാനൊന്നും. പക്ഷെ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ നാടകത്തിലോട്ട് അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ താടിയൊക്കെ വടിക്കുകയും അതുപോലെ മീശ മിനുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു പോലീസുകാരന്റെ ഒരു വേഷം തന്നെ അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കാനായിട്ട് കയറുകയും ഡയലോഗ്സ് ഒന്നും ഇല്ല ഇദ്ദേഹത്തിനായിട്ട്, പ്രത്യേകിച്ച് പറയാൻ ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷെ നാടകം കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര കയ്യടി നേടിയ ഒരു നാടകമായിട്ട് തീരുകയാണ്. എഴുത്തച്ഛന് പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ആധാരവഴിവ് കൊണ്ട് മാത്രമാണ് ആ ജനങ്ങളുടെ ഇടയിൽ അത്രയും ശ്രദ്ധ നേടാൻ പറ്റിയത് എന്ന്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ അതേ ലുക്ക് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തിനോട് മീശ വടിക്കാനായിട്ട് പറയുകയാണ്. ഈ നാടകമൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇദ്ദേഹത്തിനോട് മീശ വടിക്കാനായിട്ട് പറയുമ്പോൾ ഇദ്ദേഹം സമ്മതിക്കില്ല. വേണ്ട, ആ മീശ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഇത് വെച്ചിട്ട് ഞാൻ അവിടെ നടന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മീശ വടിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അത് പിന്നീട് പല ഇദ്ദേഹത്തെ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടാനും ജനങ്ങളുടെ ഇടയിൽ ഇദ്ദേഹത്തെ പറ്റി എല്ലാ കഥകളും അതുപോലെയുള്ള കഥകളൊക്കെ പറയാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നെട്ടോട്ടം ഓടുന്ന ഒരു വാവച്ചന്റെ കഥയാണ് പ്രത്യേകിച്ച് ആ ഒരു മീശയിൽ. ഇദ്ദേഹം എവിടേക്ക് വേണമെങ്കിലും ഇയാള് തയ്യാറാണ് പോവാനായിട്ട്.
ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെങ്കിൽ ഞാൻ എവിടെയും പോവാന്നുള്ള രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് വാവച്ചൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാർക്കൊക്കെ ഒരു എന്താ പറയാ ആശ്വാസമാണ് ഇദ്ദേഹം ഉള്ളത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പോരാടാനും അതുപോലെ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് എതിരെ പെരുമാറാനൊക്കെ ഇദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇദ്ദേഹത്തിന് പേടിയായിരുന്നു. പോലീസുകാർ ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഈ മീശ വടിച്ച് കളയാൻ വേണ്ടിയിട്ട്. കാരണം ഇദ്ദേഹത്തെ കാണുമ്പോഴാണ് ഇങ്ങനൊരു മീശയുള്ള ഒരാള് പോലീസുകാരനായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ഇദ്ദേഹത്തെ കാണുമ്പോൾ ആൾക്കാർക്ക് അത് ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അപ്പൊ അത് പോലീസുകാർക്ക് ഇദ്ദേഹത്തെ കണ്ടു കിട്ടിയിട്ട് ആ മീശയൊക്കെ വടിച്ച് കളഞ്ഞ് സാധാരണ ഒരു ലുക്കിലേക്ക് ആക്കാനായിട്ട് പോലീസുകാരും ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒരു പിടി കൊടുക്കാണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈ ഒരു നോവലിൽ കാണുന്നത്. പിന്നെ ഈ നോവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൊക്കെ കാണുന്ന പോലെ നോവലിലൊക്കെ കാണുന്നത് പോലെ തന്നെ മൃഗങ്ങളോടും അതുപോലെ തന്നെ പക്ഷികളോട് മീനുകളോടൊക്കെ സംസാരിക്കുന്ന കഥാപാത്രങ്ങളെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിലെന്ന് പറയുന്നത് ഈ മീനുകളോടൊക്കെ ഫസ്റ്റിൽ തന്നെ ഒരു പേജിൽ പറയുന്നത് ഒരു മരപ്പെട്ടിയുമായിട്ട് ഈ വാവച്ചന്റെ അച്ഛന് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, പുലയ ക്രിസ്ത്യനായ മറ്റേ പവിയാന് പവിയാന് ഒരു മരപ്പെട്ടിയെ തലയിലേറ്റിയിട്ട് കൊണ്ടുപോകുമ്പോ മരപ്പെട്ടി സംസാരിക്കുകയാണ്, മെല്ലെ പോ പവിയ മെല്ലെ പോ എന്നുള്ളത്. അപ്പോ ആ ഒരു മൃഗങ്ങളായിട്ടൊക്കെ സംസാരിക്കുന്നതും അതൊക്കെ ഈ ഒരു നോവലില് എന്ന് വെച്ചാല് മരപ്പെട്ടി ആയിക്കോട്ടെ മീനുകളായിക്കോട്ടെ ഇവരായിട്ടൊക്കെ ഒരു സംഭാഷണം നടത്തുന്നതൊക്കെ ഇതിൽ പ്രത്യേകം തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് പച്ച മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച തെറിയൊക്കെ അങ്ങനെ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആ ഒരു പ്രദേശത്ത് സ്ത്രീകള് നേരിട്ടിരുന്ന ഈ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതുപോലെ തന്നെ എന്താ പറയാ ഒരാളുകൾക്ക് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതൊരു ഡീഫോൾട്ട് ആയിട്ടും പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശകർക്ക് പറയാനായിട്ടുള്ള ഒരു കാരണം അതാണ്, ഇദ്ദേഹം ഈ പച്ചത്തെറിയൊക്കെ അതേപാട് ഈ നോവലിൽ എഴുതിയിട്ടുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ആളുകളുടെ എന്താ പറയാ അവരുടെ അതേ ഭാഷയൊക്കെ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ ആ ഒരു നോവല് വായിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന അതേ രീതിയിലുള്ള ഭാഷ തന്നെയാണ് ഈ ഒരു നോവലിലും കാണുന്നത് നമുക്ക്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ ഒരു കഥ വായിക്കുന്ന ഒരു ഫീലിലാണ് ആ അവതാരകന് ആ ഒരു നോവല് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരുപാട് ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു നോവലാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും മസ്റ്റ് റീഡ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ഈ മീശ എന്ന് പറയുന്നത്. 3 എഡീഷനായിട്ട് ഈ മീശ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വായിച്ചാൽ നമ്മളുടെ വായനക്കാരുടെ ചിന്തകളിലോട്ട് എന്ന് വെച്ചാൽ ചിന്തകൾ നമ്മൾക്ക് ഉയർത്താനായിട്ട് നമ്മളിലും മികച്ചൊരു വായന തന്നെ സമ്മാനിക്കുന്ന ഒരു പുസ്തകം, ഒരു നോവല് തന്നെയാണ് ഈ മീശ എന്ന് പറയുന്നത്. മനോഹരമായിട്ടാണ് ഇതിലത്തെ ഓരോ കാര്യങ്ങളും ഓരോ വരികളും എഴുതിയിട്ടുള്ളതൊക്കെ. അതുപോലെ തന്നെ ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു കഥാപാത്രത്തോട് മീശ എന്നുള്ള ആ ഒരു കഥാപാത്രത്തോട് നമുക്കൊരു ബഹുമാനം തന്നെ തോന്നാനും ഒരു കാരണമാകുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാല് ഏത് പാവപ്പെട്ടവനും അതുപോലെ ഏത് താഴ്ന്ന വർഗ്ഗക്കാരനും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് ഈ മീശ വെച്ച് നടക്കുക എന്നുള്ളത്. അധികാരത്തിലുള്ളവർക്ക് മാത്രമാണ് എന്ത് മീശ വെക്കാനായിട്ട് പാടുള്ളൂ. പക്ഷെ അതിനെ മാറ്റി എഴുതിയിട്ടാണ് എസ് ഹരീഷ് ഈ വാവച്ചൻ എന്ന കഥാപാത്രത്തിന് ആ ഒരു മീശ നൽകി കൊണ്ടുവരുന്നത്. എസ് ഹരീഷ് എന്ന് പറഞ്ഞാൽ കുറെ റിസർച്ചുകളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഈ മീശ എന്നുള്ളത് അങ്ങനെ റിസർച്ചുകൾ മാത്രം ഉൾക്കൊണ്ടിട്ടല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള മനുഷ്യന്മാരുടെ എന്താ പറയാ ജീവിതാനുഭവങ്ങളും കൂടിയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് എസ് ഹരീഷിന്റെ മീശ എന്നുള്ളത്. മിസ്സേ ഇത്രേ ഉള്ളൂ ഇതിന്റെ താങ്ക് യു ജംഷീന. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നോവലിൽ പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞ രീതിയിൽ എന്നാൽ അർത്ഥവത്തായ രീതിയിൽ തന്നെ ജംഷീന അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫീഡ്ബാക്ക് പറയാനായിട്ട് അർഫാനെ ക്ഷണിക്കുന്നു. അർഫാന. അർഫാന ഇല്ല എന്ന് തോന്നുന്നു. വിനീത. ഓക്കെ, ഫീഡ്ബാക്ക് പറയാനായിട്ട് ആരെങ്കിലും റെഡിയായ ആരാണുള്ളത്?
ജംഷി തന്നെ പ്രസന്റ് ചെയ്തു. പിന്നെ ആ കഥയുടെ തുടക്കം ഹരീഷിന്റെ അവർക്ക് ഉണ്ടായിട്ടുള്ള അത് പുറത്തിറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകള് അതൊക്കെ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. പിന്നെ ഇപ്പൊ കണക്ട് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു 2-3 വർഷം മുന്നേ വരെ ഈ താടി വളർത്തുന്നവര്, മുടി വളർത്തുന്നവര് അവരൊക്കെ കഞ്ചാവിന്റെ ആൾക്കാരാണ്, അതെ അല്ല അതെ. അങ്ങനെ പോലീസുകാരൊക്കെ അവരെ കൊണ്ട് വെട്ടിപ്പിക്കുന്ന അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ടൊരു കണക്ഷൻ ഉള്ള ഒരു നോവലായിട്ട് തോന്നി എനിക്ക്. പക്ഷെ ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ വളരെ നന്നായിട്ട് ജംഷിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു ഗ്രീഷ്മ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഹലോ സെൽവ മിസ്. ഹലോ, നമസ്കാരം. പിന്നെ ജംഷിന എന്തായാലും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അതിലാ മീശ ആ കഥാപാത്രം എന്തായാലും അതെല്ലാം കേട്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ബുക്കൊന്ന് വായിക്കണം. അത്രമാത്രം എന്നെ ഒരു നല്ല ടച്ചായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അത് എന്തായാലും ഉഷാറായിട്ടുണ്ട്, നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു സർ. ഇനി ആരെങ്കിലും ഉണ്ടോ? മിസ് അപ്പൊ വൈൻഡപ്പ് ചെയ്യാ? ഓക്കെ മിസ്, താങ്ക് യു. അപ്പോൾ ലിറ്റററി ലെൻസിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.